ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കിഡ്ലൻ റെസിപ്പി ആയിട്ടാണ്. സോയാബീൻ ചില്ലിയാണ്. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കിഡ്ലൻ ടേസ്റ്റാണ്. എന്താ പറയുക, ചില്ലി ഇഷ്ടമല്ലാത്ത ആളായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ നമുക്കൊരു ചേഞ്ചായിട്ട് സോയാബീൻ ചില്ലി ഉണ്ടാക്കി നോക്കാം. അതിനായിട്ട് നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഞാനിവിടെ 2 കപ്പ് സോയാബീന് വെള്ളത്തിൽ കുതിർത്തി ഇട്ടിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഇതിനാണ് ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ഒരു അരമണിക്കൂർ ഞാൻ കുതിർത്താൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ടായി നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം, കോൺഫ്ലോർ ആഡ് ചെയ്യാം, സോൾട്ട് ആഡ് ചെയ്യാം, പെപ്പർ ആഡ് ചെയ്യാം, പിന്നെ കുറച്ച് വിനാഗിരിയും കൂടി ഒന്ന് ആഡ് ചെയ്ത് നന്നായി കുഴച്ചെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ കുറച്ച് റെഡ് ഫുഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട്. അത് തികച്ചും ഓപ്ഷണലാണ് കേട്ടോ. ആ ചില്ലിൻ്റെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളത് ആഡ് ചെയ്യുന്നത്. ഓപ്ഷണലാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഒരു അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മിനിമം ഒരു 15 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്ത് വെച്ച് സോയാബീൻ ഒന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായി മുരിഞ്ഞ് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആദ്യം ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. അവസാനം നമ്മൾ എടുത്ത് മാറ്റുന്ന ടൈം ആകുമ്പോഴേക്കും ഒന്ന് ഹൈ ഫ്ലെയിം ചെയ്ത് കൊടുക്കുക. കാരണം സോയാബീന് നന്നായി ഓയിൽ കുടിക്കാൻ ചാൻസ് ഉണ്ട്. അത് അവോയ്ഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ എല്ലാം കൂടി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതെല്ലാം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനുള്ള മസാല നമുക്ക് റെഡിയാക്കിയെടുക്കാം. ചൂടായ പാനിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയിലേൻ്റെ തണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് എന്തിനാ ആഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ടൈമിൽ നല്ല സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഏത് ഡിഷ് ഉണ്ടാക്കുന്നത് അതിലോട്ട് ഇത് ആഡ് ചെയ്താൽ നല്ല സ്മെല്ലാണ്. ഇനി ഇതിലോട്ട് നമുക്ക് വേണ്ടത്ര സവോള ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിയിലേൻ്റെ തണ്ട് ഞാൻ ചതച്ചിട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി ചെറിയ മുളക് റൗണ്ടിൽ കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. 2 മുളകാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ചെറിയ മുളകാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി വഴറ്റാം. വഴറ്റാൻ മീൻസ് ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുന്ന രീതിയിൽ നമുക്കൊന്ന് ഈ സവോള ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളി ഒന്ന് ജസ്റ്റ് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് സോയാബീൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മുടെ ക്യാപ്സിക്കം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ ഒരു ക്യാപ്സിക്കം ക്യൂബ്സായി കട്ട് ചെയ്തതാണ് കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ സെൻറ്ററിൽ ഒരു ഹോള് പോലെ ആക്കിയിട്ട് സോയാ സോസാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ കെച്ചപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് നമ്മൾ പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഓരോരാളെ എരിവ് അനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഈ ടൈമിലേക്ക് നമ്മൾ ഒന്ന് ലോ ഫ്ലെയിം ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ബിക്കോസ് എന്താ പറയുക, നമ്മളിപ്പോൾ ഇതിൽ ആഡ് ചെയ്ത വെജിറ്റബിൾസ് ഒന്നും നന്നായി വേവാൻ പാടില്ല. കാരണം ചില്ലി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, ഒരു ചെറിയൊരു
അതിലുള്ള ആഡ് ചെയ്ത വെജിറ്റബിൾസൊക്കെ ചെറുതായിട്ടൊരു പച്ച ചുവയ്ക്കണം നമുക്ക്. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് കുറച്ച് വിനാഗിരിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ ഒരു സോ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഓപ്ഷണലാണ്, ഞാനിതിപ്പോൾ എന്തായാലും ആഡ് ചെയ്തിട്ടില്ല. വിനാഗിരി ആണെങ്കിൽ നമുക്ക് ലെമൺ ജ്യൂസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ എന്താ പറയുക സോയാബീൻ ചില്ലി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ സോയാബീൻ ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിവിടെ ഗാർലിക് പൊറോട്ടക്കാണ് കേട്ടോ കോമ്പിനേഷൻ ചെയ്തിട്ട് വെച്ചിട്ടുള്ളത്. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. എന്താ പറയുക സോയാബീൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. കിടിലൻ ടേസ്റ്റാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.